എല്ലാ കർത്തൃദാസന്മാർക്കും കർത്തൃദാസിമാർക്കും സഹോദരന്മാർ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാവനമായ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് തന്നു. കഴിഞ്ഞ രാത്രിയിൽ പലരും കിടന്നുറങ്ങി. പക്ഷേ ഇന്ന് രാവിലെ പലർക്കും എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ജീവിച്ചിരുന്ന പലരും ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല. നമ്മൾ നിൽക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. നശിച്ചു പോകാതെ ഇരിക്കുന്നത് കർത്താവിൻ്റെ മഹാകരുണയാണ്. നമുക്കാർക്കും നിൽക്കുവാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല, കർത്താവ് നമ്മളെ നിർത്തി. നമുക്കാർക്കും നടക്കുവാനുള്ള ബലം ഉണ്ടായിരുന്നില്ല, കർത്താവ് നമ്മളെ നടത്തി. നാം നിൽപ്പതും നിർമൂലമാകാത്തതും ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവം ഈ ദിവസം നമ്മളെ അനുഗ്രഹിക്കട്ടെ, തൻ്റെ വചനത്താൽ നമ്മളെ ശക്തീകരിക്കട്ടെ. ഒരു മനുഷ്യനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവന് ബ്രേക്ക്ഫാസ്റ്റ് വേണം, ലഞ്ച് വേണം, ഡിന്നർ വേണം, ഇടയ്ക്ക് മറ്റേ പല ഇടയ്ക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളും. ഇത് കഴിക്കുന്നില്ല എങ്കിൽ ശാരീരികമായിട്ട് ക്ഷീണിച്ചു പോകും. നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എങ്കിൽ ഉച്ചയ്ക്ക് ക്ഷീണിച്ചു പോകും. ഉച്ചയ്ക്ക് ലഞ്ചും കൂടെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ലാതെ തളർന്നു പോകും. വൈകുന്നേരം അത്താഴം ഈവനിങ് ഭക്ഷണം കൂടെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ജോലിക്ക് പോകുവാൻ കഴിയാതെ വണ്ണം അയാൾ ബലഹീനനായി പോകും. നമ്മുടെ ഭൗതിക ശരീരത്തിന് ആഹാരം ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. അതാണ് ഒറിജിനൽ മനുഷ്യൻ. അകത്ത മനുഷ്യന് നമ്മൾ ആഹാരം കൊടുക്കണം. അകത്ത മനുഷ്യന് നമ്മൾ പുറമേ കഴിക്കുന്ന ഇഡലിയോ ദോശയോ സാമ്പാറോ ബിരിയാണിയോ ഒന്നും അല്ല വേണ്ടുന്നതും. അകത്തെ മനുഷ്യന് വേണ്ടുന്നതും ആത്മീയമായ ഭക്ഷണമാണ്. ദൈവവചനം ജീവന്റെ അപ്പമാണ്. അപ്പം കഴിക്കണം, പിന്നെ വെള്ളം കുടിക്കണം. പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നമ്മൾ ആഹാരം മാത്രം കഴിച്ചാൽ നമുക്ക് കഴിയില്ല. അതിൻ്റെ കൂടെ വെള്ളം കൂടെ കുടിക്കണം. ആ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന് തുല്യമായ വെള്ളം കൂടെ നമ്മൾ കുടിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടുകൂടെ വളരുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച് അവനെ അപ്പം വളരെ അത്യാവശ്യമാണ്. ദൈവവചനം, പ്രാർത്ഥന എന്ന് പറയുന്ന വെള്ളം എപ്പോഴും അത് കുടിച്ചുകൊണ്ടിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്നാണ്, എപ്പോഴും പ്രാർത്ഥിപ്പിൻ എന്നാണ്, മടുത്തുകൂടാതെ പ്രാർത്ഥിപ്പിൻ എന്നാണ്, സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഇനി സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു പോകേണ്ടതിനും ഇത് ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ഇനി എത്രയോ സംഭവങ്ങൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇനി ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതൊന്നും അത്ര സുഖകരമായ കാര്യമായിരിക്കത്തില്ല. ഘോരവും ഭയങ്കരവുമായ നാളുകളായിരിക്കും. വലുതും ഭയാനകവുമായ നാളുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നതും. അത്ര ഭയങ്കരമായ കഷ്ടതയുടെ നാളുകൾ കടന്നു വരികയാണ്. ലോകം അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അന്ധകാരം കൊണ്ട്, വൃത്തികേട് കൊണ്ടും, മ്ലേച്ഛത കൊണ്ട്, അശുദ്ധി കൊണ്ട്, അനീതി കൊണ്ട്, വൃത്തികേടുകൾ കൊണ്ടും ഈ ലോകം മുന്നോട്ട് കുതിക്കുകയാണ്. അതേപോലെ തന്നെ ആത്മീക മൂല്യച്യുതി. സഭകളെല്ലാം ആത്മീകമായി തണുത്തുറഞ്ഞും അസ്ഥികൾ ഏറ്റവും ഉണങ്ങി വരേണ്ട അവസ്ഥയിലായിരിക്കുന്നു. ദൈവികമായ വിഷയങ്ങളിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ഒരേ പൊത്തുപൊരുത്തപ്പെട്ട ജീവിതത്തിൽ ദർശനം നഷ്ടപ്പെട്ട ഒരു തലമുറ ആണിപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ ദൈവം ഉണർവായിക്കും, ദൈവം പ്രവൃത്തി ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് കുറുകിയിരിക്കുന്ന കുറുകുപ്രാവിനെ പോലെ കരയുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. നിശ്ചയമായിട്ടും അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്യും. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും നമ്മളെല്ലാവരും ഒഴിഞ്ഞു പോകേണ്ടതിനും, നമ്മളിൽ ഒരാൾ പോലും ഇതിനകത്ത് അകപ്പെട്ടു പോകാതെ ഇരിക്കേണ്ടതിനും നമുക്ക് ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവം നമുക്ക് ആഹ്വാനം തരികയാണ്. കർത്താവ് പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, പ്രാർത്ഥനയിൽ ജാഗരിപ്പീൻ, പ്രാർത്ഥനയിൽ പോരാടുവിൻ. ഒറിജിനൽ യുദ്ധഭൂമി എന്ന് പറയുന്നതും പ്രാർത്ഥനയിലാണ് ഒറിജിനൽ യുദ്ധം നടക്കുന്നതും. പൈശാചികമായ സകല എതിരികളെയും സകലതിനെയും എതിരിടുവാനുള്ള ബലം നമുക്ക് ലഭിക്കുന്നതും ഈ പ്രാർത്ഥനയിലാണ് നമുക്ക് അത് പ്രാപ്തമാക്കുവാൻ വേണ്ടി കഴിയുന്നതും.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാഹചര്യം ഒരിക്കലും അനുകൂലമായി തീരുകത്തില്ല. കാരണം നമ്മുടെ കൈകളിൽ ഈ മൊബൈൽ ഉള്ളിടത്തോളം കാലം അത് നമ്മളെ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ, കണ്ണാണ് നമുക്ക് ഇടർച്ചയെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിയണമെന്നാണ് കർത്താവ് പറയുന്നത്. അതെ, നമ്മളെല്ലാവരും നല്ല കാര്യങ്ങളാണ്, മോശമായിട്ടുള്ളതൊന്നുമില്ല. ഈ ആത്മീയമായ കാര്യങ്ങളൊക്കെയാണ്. എത്രയെത്ര മെസ്സേജുകളാണ്, എത്രയെത്ര വീഡിയോകളാണ്, എത്രയെത്ര പ്രസംഗങ്ങളാണ്, എത്രയോ ആളുകളാണ് നമുക്ക് ഒരു ദിവസം മെസ്സേജുകൾ അയക്കുന്നത്. നമ്മൾ അതിനകത്തെല്ലാം അങ്ങ് തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് തന്നോട് കൂടെ ഇരിക്കേണ്ടതിനും, ഒന്നാമത് ശുശ്രൂഷ രണ്ടാമത്തെ കാര്യമാണ്. കർത്താവിനെ തന്നോട് കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ശുശ്രൂഷയൊക്കെ ആരംഭിക്കുന്നത്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതികൂലമായ ഒരു കാലഘട്ടം, ഒരു സമയമുണ്ടായിരുന്നു ഗതസമനയിൽ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അല്പസമയം, ഒരു നാഴിക എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ഉറക്കം സഹിക്കാൻ മേലാതെ 3 പ്രാവശ്യവും അവർ കൂർക്കം വലിച്ചും ഉറങ്ങുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു നാഴിക നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ കഴിയുന്നില്ലയോ? അത് കർത്താവിൻ്റെ കൂടെയുള്ള ഒരു കൂട്ടായ്മയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവികമായ കാര്യങ്ങളായിരിക്കും, ആത്മീയമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനോ കർത്താവിനോട് സംസാരിക്കുവാനോ ഒന്നും പലപ്പോഴും നമുക്ക് സമയമില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായി? 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര ദിവസമായി? അല്ല, ഒരു 15 മിനിറ്റ് ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചിട്ട് എത്ര സമയമായി, എത്ര നാളുകളായി? നോക്കണം, ഇതൊക്കെ ഭയങ്കരമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ദുഷ്ടൻ പ്രബലനാകരുത്, അന്ധകാര ശക്തി ഒരിക്കലും പ്രബലപ്പെടരുത്. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാളെ അവനെ ബലപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നാളെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരിക്കത്തില്ല, പക്ഷെ ഇന്ന് അവൻ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന ശക്തിയായിരിക്കും നാളെ ഓടുവാൻ തക്കവണ്ണം, നിൽക്കുവാൻ തക്കവണ്ണം, ഏത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ തക്കവണ്ണം അവനെ നിലനിർത്തുന്നത് അവൻ ഇന്ന് പ്രാപിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ടുള്ളതിനെ എല്ലാം നീക്കുവാൻ തക്കവണ്ണമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ കൂടുതൽ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവിൽ നിന്നായിരിക്കണം നമ്മൾ പ്രാപിക്കേണ്ടുന്നത്. പൗലോസ് പ്രാപിച്ച വെളിപ്പാടുകൾ മുഴുവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ച വെളിപ്പാടുകളാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഈ വെളിപ്പാടുകളൊക്കെ ലഭിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ വെളിപ്പാടുകളെല്ലാം നമുക്ക് ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ ആലോചനകൾ ലഭിക്കുന്നതെല്ലാം ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രാർത്ഥിക്കുമ്പോഴാണ്. അല്ലാതെ നമ്മൾ വേറെയുള്ള വ്യർത്ഥമായ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാം എന്ന് വിചാരിക്കരുത്. പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? താൻ വെളിപ്പാടുകളും ദർശനങ്ങളും കൊടുക്കുന്നത്. നിരന്തരമായി, അതൊരു ദിവസത്തെ പ്രാർത്ഥനയല്ല, നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ ആഗ്രഹം, നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനായ ദൈവം നമുക്ക് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വെളിപ്പാടുകളും ദർശനങ്ങളും അരുളപ്പാടുകളും ആലോചനകളും ദൈവികമായ വചനത്തിൻ്റെ മർമ്മങ്ങളെ, അഗോചരങ്ങളായ കാര്യങ്ങളെ, മറഞ്ഞിരിക്കുന്ന തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ നമ്മൾ കർത്താവിൽ നിന്നും പ്രാപിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഭയങ്കരമായ റിവൈവൽ ഉണ്ടാകുവാനിടയായിത്തീരും. ജനങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ അവർക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെയും നിശ്ചയവും. അത് നമ്മൾ കുറെ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ യോഹന്നാൻ 15:7 വായിച്ചു, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. എന്ത് ഇച്ഛിച്ചാലും എന്താഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ അതിനെ തെറ്റായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യരുത്. എന്ത് യാചിച്ചാലും കിട്ടും, അതിനെ ആ ഒരു വചനം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യരുത്? വാചക കസർത്ത്, അല്ലെങ്കിൽ ആളുകളെ വഞ്ചിക്കരുത്, ആളുകളെ ചതിക്കരുത്. ഈ കാലഘട്ടത്തിൽ എവിടുന്നെങ്കിലും ഒരു വചനം എടുക്കും, ആ വചനം വെച്ചുകൊണ്ട് എന്ത് ചെയ്യും?
ജനങ്ങളെ വഞ്ചനയിലേക്ക് നിങ്ങൾ ചോദിപ്പീൻ, എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് കിട്ടും. എന്ത് യാചിച്ചാലും, എന്താണ് നിങ്ങൾക്ക് ആവശ്യം, എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞും വഞ്ചകന്മാരും ചതിയന്മാരും ഈ ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് അതിന് കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. ഒന്നാമത് ദൈവത്തിന്റെ വചനം അവരിൽ വസിക്കുകയും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം. നോക്കണം, നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കാതെ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലില്ലാതെ എന്തെങ്കിലും ഇച്ഛിച്ചാൽ അത് ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിരോധാഭാസമായ വ്യാഖ്യാനമാണ്. നോക്കണം, ദൈവം, ക്രിസ്തു ഉള്ളിലുള്ള ഒരുവൻ, ദൈവവചനം ഉള്ളിലുള്ള ഒരുവൻ ദൈവഹിതമല്ലാത്തതൊന്നും അവൻ ഇച്ഛിക്കത്തില്ല, അവൻ ആഗ്രഹിക്കത്തില്ല. അവൻ ജഡീകമായതൊന്നും, ലൗകികമായതൊന്നും, ഭൗതികമായതൊന്നും അവൻ എന്ത് ചെയ്യത്തില്ല, അവൻ ആഗ്രഹിക്കത്തില്ല. ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ള ഒരുവൻ, ക്രിസ്തു ഉള്ളിലുള്ള ഒരുവൻ എപ്പോഴും സ്വർഗീയമായതായിരിക്കും, ദൈവികമായതായിരിക്കും, ആത്മീകമായത് മാത്രമായിരിക്കും അവൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നാം മറന്നു പോകരുതും. സ്തോത്രം. പിന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ ദൈവഹിതമല്ലാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ചോദിക്കുകയില്ല. 1 യോഹന്നാൻ 5:14 നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 5:14. കഴിഞ്ഞ ആഴ്ചയിൽ ഈ വചനം വായിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. 15-ാം വാക്യം, 1 യോഹന്നാൻ 5:14. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. നോക്കണം, പ്രാർത്ഥിക്കുന്നത് അവന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരമുള്ളതല്ല. എൻ്റെ ജഡത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതായിരിക്കരുത് പ്രാർത്ഥന. മറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, കർത്താവിന്റെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന, ഞാൻ ചോദിക്കുന്ന പ്രാർത്ഥന, ഞാൻ യാചിക്കുന്ന അപേക്ഷകൾ എൻ്റെ യജമാനന് ഇഷ്ടമുള്ളതായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പം ദൈവത്തിന് ഇഷ്ടപ്രകാരം നാം അപേക്ഷിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മറുപടി ലഭിക്കും. 1 യോഹന്നാൻ 3:22 വായിക്കുന്നു, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവർക്ക് ലഭിക്കും. നോക്കണം, വെറുതെ ഒരു വചനം എടുത്തിട്ട് യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, ഇത് കർത്താവ് അരുളി ചെയ്ത കർത്താവിന്റെ വചനമാണ് എന്ന് പറഞ്ഞ് ആ ഒരു വചനത്തിൽ മാത്രം നിൽക്കാതെ തുടർന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളുടെ കൂട്ടുവചനങ്ങൾ, ഇണവാക്യങ്ങളൂടെ ചേരുമ്പോഴാണ് അതിന്റെ ഒരു പൂർത്തീകരണം. നോക്കണം, ബൈബിളിൽ ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഇല്ല. ബൈബിള് മുഴുവൻ ഇണ ചേർന്നിരിക്കുകയാണ്. ഒരു വചനത്തിന് ചേർന്ന വചനങ്ങൾ എവിടെന്നെങ്കിലും ദൈവം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു വചനങ്ങളും ബൈബിളിലില്ല. അങ്ങനെ എവിടെയെങ്കിലും ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള വചനം ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ പൂർത്തീകരിക്കുന്ന ഒരു വചനം ബൈബിളിൽ എവിടെയെങ്കിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയണം, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. ഇത് ദൈവകൽപ്പനയൊന്നും അനുസരിക്കാതെ, ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് അന്വേഷിക്കാതെ, നമ്മുടെ ഹിതപ്രകാരം നമ്മുടെ ജഡാഭിലാഷത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നോക്കണം, ഒരിക്കലും അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്ന് എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. പിന്നെയും നാം എങ്ങനെയാണ് യാചിക്കേണ്ടുന്നത്, എങ്ങനെ യാചിക്കണം? യാക്കോബ് 1:6 വായിക്കുന്നു, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. അതായത് സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിര. അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് എന്ത് ചെയ്യരുത്, നിരൂപിക്കരുത്. സംശയിക്കാതെ പ്രാർത്ഥിക്കണം. സംശയം വരാനേ പാടില്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, വിശ്വാസത്തോടൊക്കെ പ്രാർത്ഥിക്കും, ആമേൻ പറയുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഉള്ളിനകത്ത് നടക്കുമോ നടക്കത്തില്ലയോ, കിട്ടുമോ കിട്ടത്തില്ലയോ, ശരിയാകുമോ ശരിയാകത്തില്ലയോ, ഇങ്ങനെയുള്ള ഒരു സംശയം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള പരിപാടിയല്ല. പൊട്ടക്കണ്ണന്റെ മാവേലെറിയുന്ന ഏറല്ല പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായിട്ട് എന്തുണ്ടായിരിക്കണം, സ്ഥിരതയുണ്ടായിരിക്കണം, നല്ല ഉറപ്പുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്, ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന കർത്താവ് എനിക്ക് നൽകുമെന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഒരിക്കലും ഇങ്ങനെ ഒരു
കഥ ഞാൻ കേട്ടും. ഒരമ്മച്ചി ഈ കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് പോയതിന് ശേഷം അമ്മച്ചി അവിടെ പോകത്തില്ല, ആൾത്താരയുടെ അടുക്ക തന്നെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ മകൻ കുഞ്ഞിനെ ഗൾഫിലേക്ക് അയക്കണം, ഗൾഫിൽ പോകാൻ ഒരു വിസ അവന് കൊടുക്കണമേ എന്നും. അപ്പം എല്ലാ പ്രാവശ്യവും ഈ ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഈ അമ്മച്ചി അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത് ഒരു ചെറുക്കൻ, ഉരുത്തം കെട്ട ഒരു ചെറുക്കൻ കാണുന്നുണ്ട്. അപ്പൊ അവൻ നോക്കി, ഈ അമ്മച്ചി എന്താണ് ഇങ്ങനെ ഈ എല്ലാവരും പോയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ പിറുപിറുക്കുന്ന എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവനിങ്ങനെ പാത്തിരുന്ന് കേട്ടു, ഈ അമ്മച്ചി എന്താണ് പറയുന്നത്. അടുത്ത ഞായറാഴ്ച ഈ അമ്മച്ചിയെ അവിടെ നിൽക്കുമ്പോൾ ഇവൻ പുറകിലൂടെ വന്ന്, കർട്ടന്റെ പുറകിലൂടെ വന്ന് ആൾത്താരയുടെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മച്ചി പ്രാർത്ഥിക്കുകയാണ്, കർത്താവ്, എൻ്റെ മകൻ കുഞ്ഞിന് ഗൾഫിലേക്ക് ഒരു വിസ തരണമേ. ഉടനെ അവൻ പറഞ്ഞു, അപ്പൊ അവൻ അകത്തു നിന്നൊരു ശബ്ദം കേട്ടും അവൻ ഒരിക്കലും ഗൾഫിൽ പോകത്തില്ല, അവന് വിസ കിട്ടുകയുമില്ല. ഉടനെ അമ്മച്ചി അവിടെ നിന്ന് പറഞ്ഞു, അല്ലേലും എനിക്ക് അറിയാമായിരുന്നു അവൻ ഒരിക്കലും വിസ കിട്ടാൻ പോകുന്നില്ല, അവൻ ഒരിക്കലും ഗൾഫിൽ പോകുമെന്നും തോന്നുന്നില്ല എന്ന അമ്മച്ചി. നോക്കണം, ഈ പ്രാർത്ഥിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പക്ഷേ ഉള്ളില് എന്ത് കിടക്കുകയാണ്? ഈ സംശയം കിടക്കുകയാണ്, ഈ അവിശ്വാസം കിടക്കുകയാണ്. അങ്ങനെ ഈ സംശയവും അവിശ്വാസവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദൈവം അത് കേൾക്കുകയില്ല. അവിടെ പറയുകയാണ്, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന് എന്ത് ചെയ്യരുത്? നിരൂപിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവ് പറയുന്നു, മത്തായി സുവിശേഷം 17:21, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. കടുകുമണിയോളം വിശ്വാസം. ഞാൻ ഇങ്ങനെ ഒരു കഥയാണോ നടന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. മഴ പെയ്യുന്നില്ല, ദേശത്തെങ്ങും മഴ പെയ്യുന്നില്ല, ഭയങ്കരമായ കൊടും ചൂടാണ്, കൃഷിയെല്ലാം നശിക്കുകയാണ്, ഭൂമിയെല്ലാം വീണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സഭയിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു മഴ ലഭിക്കാൻ വേണ്ടി. എല്ലാവരും, സഭയിലുള്ള 70 പേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും പാസ്റ്റർ പറയുന്നുണ്ട്, ഇന്ന് ദൈവം പ്രവർത്തിക്കും, മഴ അയക്കും, നടന്നില്ല. അടുത്ത ദിവസം പറയും മഴ പെയ്യും, നടന്നില്ല. എന്തായാലും 6 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസം പാസ്റ്റർ പറഞ്ഞു, നാളെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തീരുകയാണ്, നിശ്ചയമായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കർത്താവ് മറുപടി നൽകും, ദൈവം നാളെ മഴ അയച്ചിരിക്കും, വിശ്വാസത്തോടു കൂടി പ്രഖ്യാപിച്ചു. എല്ലാവരും വിശ്വസിക്കണമെന്ന് പറഞ്ഞു, എല്ലാവരും രാത്രിയിൽ നിന്ന് പ്രാർത്ഥിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. അടുത്ത ദിവസം എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരികയാണ്, വലിയ വിശ്വാസത്തോടെ വരികയാണ്. ഇന്ന് മഴ പെയ്യും. ഒരു വീട്ടിലെ ഒരു അമ്മച്ചിയുടെ കൂടെ അമ്മച്ചിയുടെ കൊച്ചുമകളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരികയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമ്പം കൊച്ചുമകള് കുടയും കയ്യിലെടുത്തു. നല്ല പൊരിഞ്ഞ ചൂടാണ്, നല്ല വെയിലാണ്. അമ്മച്ചി ചോദിച്ചു, നീ എന്തിനാ ഈ കുടയും എടുത്തുകൊണ്ട് വരുന്ന ഈ പൊരുവെയിലത്ത്? അവൻ പറഞ്ഞു, ഇല്ല, ഇന്നും മഴ പെയ്യും, മഴ പെയ്യുമ്പം മഴ നനയാതെ വരാൻ വേണ്ടിയാണ്. അമ്മച്ചി പറഞ്ഞു, കുട കൊണ്ടുപോയി വെക്കടി, നീ അവിടെയും ഇവിടെ ഇട്ട് കുട കാണാതാക്കും എന്ന് പറഞ്ഞ് കൊച്ചിനെ വഴക്ക് പറഞ്ഞു. പക്ഷെ ഈ കുഞ്ഞ് എന്ത് ചെയ്തു? വിശ്വാസത്തോടുകൂടെ വല്യമ്മച്ചി വേണ്ട എന്ന് പറഞ്ഞിട്ടും ഈ കുടയുമായിട്ടാണ് സഭയിലേക്ക് വന്നത്. സഭ ആരാധന നടന്നു, എല്ലാവരും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. 70 പേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞു, ആശീർവാദം പറഞ്ഞു. ആ നിമിഷം പെരുമഴ അങ്ങോട്ട് പെയ്യുവാൻ, ഒരു തുള്ളിക്ക് ഒരു തുടമെന്ന് പറയുന്നത് പോലെ വെള്ളം വീഴുവാൻ, മഴ പെയ്യുവാൻ വേണ്ടി തുടങ്ങി. മണിക്കൂറുകൾ മഴ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പോകുവാൻ നിവൃത്തിയില്ലാതെ എങ്ങനെ വീട്ടിൽ പോകുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ഈ കുഞ്ഞ് ഈ കുട നിവർത്തി ആ മുറ്റത്ത് നിന്ന് അവള് കളിക്കുന്ന, നൃത്തം ചെയ്യുന്നത്, അവൾ സന്തോഷിക്കുന്ന ഒരനുഭവം ഉണ്ടാകുവാനിടയായി തീർന്നു. എന്താ? എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്ന ആ ചെറിയ പെൺകുട്ടിയുടെ, ആ കൊച്ചു പെൺകുട്ടിയുടെ വിശ്വാസമാണ് ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ 1ാമത്തെ ദിവസം മുതൽ തന്നെ കുടയും കൊണ്ട് വരണമായിരുന്നു. 1ാമത്തെ ദിവസം തന്നെ കുടയുമായിട്ട് വന്നിരുന്നെങ്കിൽ
നിശ്ചയമായിട്ടും ഒന്നാമത്തെ ദിവസം തന്നെ നമുക്ക് 7 ദിവസം വരെ കാത്തിരിക്കേണ്ടെന്ന ആവശ്യം വരികയില്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുവാൻ നമുക്ക് പ്രയാസമാകുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും ജൽപ്പനങ്ങളായി തീരാതെ വണ്ണം, വെറും ഈ ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെ ആയി തീരാതെ വണ്ണം, അത് ദൈവത്തിന് പ്രസാദമുള്ളതും വിശ്വാസമുള്ളതും നമ്മുടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയാൽ ചില കാര്യങ്ങൾ നടക്കണം. കാരണം നമ്മുടെ കർത്താവിൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. ഈ ലോകത്തിലെ ഒരു മന്ത്രിസഭയിലും ഇങ്ങനെ ഒരു വകുപ്പില്ല. ആരോഗ്യ വകുപ്പുണ്ട്. ആരോഗ്യ വകുപ്പുണ്ടെങ്കിലും ആരോഗ്യമന്ത്രി പലപ്പോഴും തലകറങ്ങി താഴെ വീഴുകയാണ് ബലമില്ലാതെ. നമ്മുടെ കേരളത്തിലെ ശക്തൻ എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. ശക്തൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ പലപ്പോഴും അദ്ദേഹം വേദികളിൽ വരുമ്പോൾ അദ്ദേഹം ക്ഷീണിതനായി ഇരിക്കുന്നതും തല കറങ്ങുന്നതും ആളുകൾ പിടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ നമ്മൾ കാണും. പേര് ശക്തൻ എന്നൊക്കെയാണ്, വകുപ്പ് ആരോഗ്യ വകുപ്പാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ അതിനുള്ള ഒന്നും ബലമൊന്നും ഇവരുടെ കൈകളിലില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണെങ്കിൽ നിശ്ചയമായിട്ടും അത്ഭുതം ചെയ്തിരിക്കും. ആ വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ ഇന്ന് വരെ ലോകത്തിൽ ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്ഭുത മന്ത്രിക്ക് ഒരു കത്തെഴുതിയേ, ഒരു നിവേദനം അർപ്പിച്ച്, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തേ, അത്ഭുത മന്ത്രിയായ കർത്താവായ യേശുവെ, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളിൽ ഒരു അത്ഭുതം അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞും നമ്മളൊരു ആപ്ലിക്കേഷൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊടുത്തേയും, നമുക്ക് ജനീനമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിലുള്ള മന്ത്രിമാർക്ക് കൊടുത്താൽ അത് അവർ കാണുക പോലുമില്ല. എവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്നെന്നും കീറിക്കളയുന്നെന്നും സെക്രട്ടറി അവരുടെ കീഴിൽ എത്തിക്കുമെന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. കിട്ടി പോയാൽ അവർ കിട്ടിയാൽ തന്നെ അതിനൊരു മറുപടി തരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് നമ്മളൊരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, സാക്ഷാൽ അത്ഭുത മന്ത്രിയായ കർത്താവിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ആപ്ലിക്കേഷൻ എവിടെയും അത് നഷ്ടപ്പെട്ടു പോകുകയില്ല, അത് മിസ്പ്ലേസ് ആയി പോകുകയില്ല, അതാരും വലിച്ചു കീറി കളയുകയില്ല, അത് അദ്ദേഹത്തിന്റെ കൈകളിൽ എത്താതെ ഇരിക്കത്തില്ല. മറിച്ച് ഇത് നേരിട്ട് സ്വീകരിക്കുന്നത് കൊണ്ട്, വേറെ മീഡിയേറ്റേഴ്സ് ആരും ഇല്ലാത്തത് കൊണ്ടും, ഈ നിവേദനം നമ്മൾ നേരിട്ട് കൈകളിൽ കൊടുക്കുന്നത് കൊണ്ടും നിശ്ചയമായിട്ടും നമ്മുടെ അപേക്ഷകൾക്ക് എന്ത് ലഭിക്കും? മറുപടി ലഭിക്കും എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യരുത്? സംശയിക്കരുത്. നമ്മുടെ കർത്താവിനെ നമ്മൾ സംശയിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവിനെ നമ്മളും കരണത്തടിക്കുന്നതിന് തുല്യമാണ്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ കർത്താവിനെ സംശയിക്കാൻ പാടില്ല. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്കിയ സമനെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബ് 5:17 വായിക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നു സങ്കീർത്തനങ്ങൾ 119 113 വായിക്കുന്നു, ഇരു മനസ്സുള്ളവരെ അവൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഇരു മനസ്സുള്ളവരെ വെറുക്കുന്നു. നമ്മൾ ഇന്ന് ഇപ്പോൾ വായിച്ച യാക്കോബിന്റെ ലേഖനം 1:6 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കൂ എന്ന് നിരൂപിക്കരുത്. 8 വാക്യം, ഇരുമനസ്സുള്ള മനുഷ്യൻ അവന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. യാക്കോബിന്റെ ലേഖനം 1:8 വാക്യമാണ് ഞാൻ വായിച്ചത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഈ जो व्यक्ति जो दुचिता है वो अपनी सारे बातों में चंचल है, ऐसा मनुष्य ये नहीं सोचना मैं परमेश्वर से कुछ प्राप्त करेगा, वो समुद्र की लहर की समान है, उजलती है और बहती है. അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നൊന്നും പ്രാപിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇരു മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു. ഡബിൾ മൈൻഡഡ്, രണ്ട് മനസ്സുള്ളവരെ ദൈവം വെറുക്കുന്നു. സങ്കീർത്തനം 119 113 പറയുന്നു, ഇരു മനസ്സുള്ളവരെ കർത്താവ് വെറുക്കുന്നു എന്ന്. യാക്കോബ് 4:8 വായിക്കുന്നു, ഇരു മനസ്സുള്ളവരെ അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ എന്നും. ദൈവം ഇരു മനസ്സുള്ളവരെ വെറുക്കുന്നു. രണ്ട് മനസ്സ് ഒരിക്കലും നമുക്ക് പാടില്ല. ഒരിക്കലും ഡബിൾ മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കുവാൻ പാടില്ല. നമ്മൾ ക്രിസ്തുവിൽ ഏകാഗ്രചിത്തരായിരിക്കണം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ദർശനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ നോട്ടം എപ്പോഴും കർത്താവിൽ മാത്രമായിരിക്കണം. അവിടെയും ഇവിടെയും ആയിരിക്കരുത്, കർത്താവിൽ മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മൾ അവിടെയും ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നാം ആഴക്കടലിൽ മുങ്ങിപ്പോകുവാൻ ഇടയായി തീരും. പത്രോസിന്റെ അനുഭവം നമുക്കറിയാം. പത്രോസ്
പടകിൽ നിന്നും ബോട്ടിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, കടലിന്റെ നടുവിലേക്ക് ഇറങ്ങുമ്പോൾ പത്രോസിന്റെ മുമ്പിൽ കർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രോസിന്റെ നോട്ടം മുഴുവനും കർത്താവിലായിരുന്നു. അവൻ മുങ്ങിയില്ല, അവൻ താണുപോയില്ല. അവൻ നടക്കുവാൻ വേണ്ടി, വെള്ളത്തിന്റെ മീതെ അവൻ നടക്കുവാൻ വേണ്ടി തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ കാറ്റ് കണ്ടു. അവൻ കാറ്റ് കണ്ടു. നോക്കണം, ഒരേ സമയത്ത് രണ്ടുപേരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒരേ സമയത്ത് നമുക്ക് ഒരാളിനെ മാത്രമേ കാണുവാൻ വേണ്ടി കഴിയത്തുള്ളൂ. നോക്കണം, അവൻ കാറ്റ് കാണണമെങ്കിൽ ആരിൽ നിന്നുള്ള നോട്ടം മാറിപ്പോയി? കർത്താവിൽ നിന്നുള്ള നോട്ടം മാറിപ്പോയത് കൊണ്ടാണ് അവൻ കാറ്റിനെ കാണുവാനിടയായി തീർന്നത്. അവൻ കാറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയം അവന്റെ ഉള്ളിലേക്ക് വരുവാനിടയായി തീർന്നു. അവൻ ആഴക്കടലിൽ മുങ്ങിത്താഴുവാനിടയായി തീർന്നു. കർത്താവ് കരുണയുള്ള കർത്താവായതുകൊണ്ട് അവനെ കൈകളിൽ പിടിക്കുവാൻ, അവൻ മുങ്ങിത്താഴുന്നതിന് മുമ്പ്, അവൻ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയെന്ന് പറഞ്ഞാലും കർത്താവ് കരനീട്ടി കടലിന്റെ ആഴത്തിൽ നിന്നും അവനെ പൊക്കിയെടുക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ദർശനം മുഴുവൻ, നമ്മുടെ നോട്ടം മുഴുവൻ നമ്മുടെ കർത്താവിലായിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതേ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മല നീങ്ങിപ്പോകും എന്ന് കർത്താവ് പറയുന്നു. അതെ, നമ്മൾ ഈ സംശയം കടന്നു വരുന്നുവെങ്കിൽ, അവിശ്വാസം കടന്നു വരുന്നുവെങ്കിൽ, ഇരുമനസ് കടന്നു വരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. ദൈവസന്നിധിയിൽ ഇരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. കർത്താവ്, എനിക്ക് ഇരുമനസ്സുണ്ട്, എനിക്ക് സംശയമുണ്ട്, എനിക്ക് അവിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം അങ്ങോട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ജെന്യൂനിറ്റി, നമ്മുടെ ആത്മാർത്ഥത നാം കർത്താവിനോട് പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും എന്ത് ചെയ്യും? ദൈവം നമുക്ക് പുതിയൊരു ഹൃദയം തരുവാനിടയായി തീരും. കല്ല് പോലുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായ ഒരു ഹൃദയം കർത്താവ് നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. യാക്കോബ് 5:17 വായിക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തും ഭൂമിയിൽ ധാന്യം വിളഞ്ഞും. നോക്കണം, ഇവിടെ ദൈവം പ്രത്യേകം എടുത്തു പറയുകയാണ്, നമുക്കും ഏലിയാവിനെ പോലെ പ്രവർത്തിക്കുവാൻ വേണ്ടി കഴിയും. ഏലിയാവിലൂടെ ചെയ്തത് ദൈവത്തിന് നമ്മളിലൂടെയും ചെയ്യുവാൻ കഴിയും. കാരണം നമ്മളെപ്പോലെ സാധാരണമായ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ് എന്നുള്ള യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. റോമർ 4:18 നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തും. 21 അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായിട്ടും ഉറച്ചും. അതുകൊണ്ട് അതവന് നീതിയായിട്ട് കണക്കിട്ടും. നോക്കണം, അബ്രഹാം എത്ര കാലം അവിശ്വസിച്ചെന്നറിയാമോ? 1-2 വർഷമല്ല, 75-ാമത്തെ വയസ്സിലാണ് ഈ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിക്കുന്നതും. ഞാൻ നിന്നിൽ നിന്ന് തന്നെ ഒരു മകൻ ഉണ്ടാകും. പക്ഷെ എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു? 1, 2, 3, 10, 15, 20 വർഷമല്ല, നീണ്ട 25 വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഏത് മനുഷ്യൻ ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കുവാൻ വേണ്ടി കഴിയും? ഏത് മനുഷ്യനെ ഇത്രയും വർഷങ്ങൾ കാത്തിരിക്കുവാൻ വേണ്ടി കഴിയും? ഞാനാണെങ്കിൽ കാത്തിരിക്കുമോ? നിങ്ങളാണെങ്കിൽ കാത്തിരിക്കുമോ? 25 വർഷം, അതും പ്രായം എവിടെയായി? തൻ്റെ ശരീരം നിർജീവമായിരിക്കുകയാണ്. താനിപ്പോൾ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയി. ശരീരത്തിന്റെ തോലെല്ലാം ചുക്കിച്ചുളിഞ്ഞു, നടുവെല്ലാം വളഞ്ഞു, കാലുകളെല്ലാം ബലഹീനമായി, വയോധികനായി, വൃദ്ധനായി, പടുവൃദ്ധനായി, ശരീരം മുഴുവനും നിർജീവമായി, ഒന്നിനും പ്രയോജനമില്ലാത്ത ഒരു ശരീരമായി മാറിയിരിക്കുന്നു. ആര് വിശ്വസിക്കും? എന്നിട്ടും അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടും. അതിന് അപാര കൃപ ആവശ്യമാണ്, അസാധാരണമായ കൃപ ആവശ്യമാണ്. ദൈവത്തിൽ വിശ്വസിക്കുവാൻ
അത് എത്ര കാലം വിശ്വസിക്കുവാൻ? ലഭിക്കുന്നത് വരെയും വിശ്വസിക്കുവാൻ, അത് പ്രാപിക്കുന്നത് വരെയും വിശ്വസിക്കുവാൻ, കാത്തിരിക്കുവാനുള്ള ഒരു ഹൃദയം. 25 വർഷം, 1-2 വർഷമല്ല, 25 വർഷമാണ് താൻ കാത്തിരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നിട്ട് ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ കാത്തിരിക്കുന്നത് അടുത്ത വർഷമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വന്നിട്ട് ഒരു യഥാർത്ഥമായ ഒരു പ്രവാചകൻ പറയുകയാണ്, ദൈവം കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഒരു കുടുംബത്തിൽ വന്നിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞിനെയും സർവശക്തനായ ദൈവം എനിക്ക് അരുളപ്പാട് തരുന്നു, ആലോചന തരുന്നു, ദൈവം നിങ്ങൾക്ക് ഒരു സന്തതിയെ തരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ എന്താണ് ആഗ്രഹിക്കുന്നത്? അടുത്ത വർഷം കിട്ടുമെന്നാണ് അവർ കാത്തിരിക്കുന്നത്. എന്നാൽ അടുത്ത വർഷം കിട്ടിയില്ല, അതിൻ്റെ അടുത്ത വർഷവും കിട്ടിയില്ല, 3-ാമത്തെ വർഷവും കിട്ടിയില്ല. അപ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ സംശയങ്ങൾ കടന്നു വരുവാനിടയായി തീരും. അയാൾ കള്ളപ്രവാചകനായിരിക്കും, വെറുതെ അടിച്ചു വിട്ടുന്നേ ഉള്ളായിരിക്കും, പോയാൽ എന്ത് നഷ്ടം, പോയാൽ. അങ്ങനെ ഒരു 5 വർഷം ഒരുപക്ഷെ കാത്തിരുന്നെന്ന് വരും. 5 വർഷം കഴിയുമ്പോൾ അവർ അവരുടെ വഴികളിലേക്ക് പോകുവാനിടയായി തീരും. അവരുടേതായ ട്രീറ്റ്മെന്റുകളിലേക്കും മറ്റുള്ള എന്ന് വെച്ചാൽ ദൈവികമല്ലാത്ത വഴികളിലേക്ക് അവർ പോകുവാനിടയായി തീരും. മാക്സിമം ഒരു 5 വർഷം കാത്തിരുന്നെന്ന് വരും. ഇവിടെ ഇവർ കാത്തിരുന്നതും അതും ഇത്ര വയോധികരായി 75-ാമത്തെ വർഷം വാഗ്ദത്തം കൊടുക്കുമ്പോൾ എത്ര വർഷം അബ്രഹാം നിശ്ചയമായിട്ട് വിചാരിച്ചു അടുത്ത വർഷം ലഭിക്കുമായിരിക്കും. പക്ഷെ ലഭിച്ചില്ല. 5 വർഷം കാത്തിരുന്നു, 10 വർഷം കാത്തിരുന്നു, 15 വർഷം കാത്തിരുന്നു. മനുഷ്യരായിരുന്നെങ്കിൽ, ഇന്നത്തെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ അയാൾ കള്ളപ്രവാചകനാണ്, അയാളുടെ വീട് കണ്ടുപിടിച്ചു വേണമെങ്കിൽ അയാളെ പോയി ആക്ഷേപിക്കാൻ വേണ്ടി പോയനെ 4 പേരെയും കൂടെ കൂട്ടി. ഇവിടെ അബ്രഹാമിന് നല്ല നിശ്ചയമുണ്ട്, തന്നോട് സംസാരിച്ചത് ഒരു പ്രവാചകനല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം തനിക്ക് തിരിച്ചറിയുവാൻ കഴിവുണ്ടായിരുന്നു. പ്രായമുണ്ടെങ്കിലും പ്രായാധിക്യമുണ്ടെങ്കിലും തൻ്റെ ആ ദർശനം, തൻ്റെ കേൾവി താൻ ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുവാനുള്ള കൃപ ദൈവം കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് സംശയം വന്നില്ല, കാരണം പറഞ്ഞത് ദൈവമാണ് പറഞ്ഞതെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം എന്ത് ചെയ്തിരിക്കും? അത് നിവർത്തിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് മകൻ ജനിക്കുന്നു. മകൻ ജനിച്ചു കഴിയുമ്പോൾ ആ മകനെ യാഗമർപ്പിക്കുവാൻ വേണ്ടി പറയുമ്പോൾ, അതാണ് വിശ്വസിക്കുന്നത്. യാഗമർപ്പിക്കുവാൻ വേണ്ടി പറയുമ്പോൾ ഒന്നും കൂസാതെ, ഒന്നും പതറാതെ, അബ്രഹാം വേണമെങ്കിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം വേണമെങ്കിൽ 1-2 പാസ്റ്റർമാരെയൊക്കെ വിളിപ്പിച്ചിട്ട് വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട്, ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു, ഇങ്ങനെ ഒരു ആലോചന ഞാൻ കേട്ടിരിക്കുന്നു, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ ഇത് ദുഷ്ടനിൽ നിന്നുള്ളതാണോ? കാരണം തട്ടിയെടുക്കുവാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച നന്മ ഒരിക്കലും, പ്രവാചകന്മാരെ ഒരുപക്ഷെ പ്രവചിക്കും, ഒരിക്കലും ഇത് ദൈവത്തിൽ നിന്നല്ല. ദൈവം ഒരിക്കലും ഇങ്ങനെ ചോദിക്കുവാൻ സാധ്യതയില്ല. കാരണം വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച നന്മ ഒരിക്കലും തന്നിട്ട് ദൈവം ഒരിക്കലും തിരിച്ചു ചോദിക്കുന്ന ദൈവമല്ല. ഇത് പിശാചിന്റെ പരിപാടിയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ശാസിക്കണം. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പോരെ, 7 ദിവസം അബ്രഹാം അച്ചായന്റെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പ്രവാചകന്മാരെ ഈ പിശാചിനെ ഓടിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചേനെ. പക്ഷേ അബ്രഹാമിന് നല്ല നിശ്ചയമുണ്ട്. എന്നോട് സംസാരിച്ച ശബ്ദം, ഞാൻ കേട്ട ശബ്ദം പിശാചിന്റെ ശബ്ദമല്ല, ഒരു തോന്നലല്ല, മറിച്ച് വ്യക്തവും സ്പഷ്ടവുമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ശബ്ദമാണ് താൻ കേട്ടത്. താൻ ആ ശബ്ദത്തെ അനുസരിക്കുവാനിടയായി തീർന്നു. തന്നവന് ചോദിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് അബ്രഹാമിന് അറിയാം. അങ്ങനെ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിനെ മഹത്വം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അവിടെ വായിക്കുന്നു, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചും, അതുകൊണ്ട് അതവനെ നീതിയായി. വെറുതെയെല്ലാം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായിട്ട് വെച്ചിരിക്കുന്നത് താൻ തൻ്റെ വിശ്വാസം പ്രൂവ് ചെയ്യുവാൻ, തെളിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിശ്ചയമായിട്ടും അബ്രഹാമിനെ പോലെ യോഗ്യതയുള്ള വിശ്വാസികളുടെ പിതാവായി തീരുവാൻ യോഗ്യതയുള്ള വേറൊരാളും എവിടെയും നമുക്ക് കാണുവാൻ വേണ്ടി സാധ്യമല്ല. പ്രിയപ്പെട്ടവരെയും, നമുക്ക് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടുകൂടെ നമ്മൾ ബഹുനിശ്ചയത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒന്നും സംശയിക്കാതെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് പ്രാപിക്കുവാനുള്ള കൃപ ദൈവം തെരുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഭയങ്കരമായ പ്രതിസന്ധിയിലായിരുന്നു.
ഭയങ്കരമായ പ്രതിസന്ധി. 6 മാസം കൊണ്ട് ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഭാരപ്പെടുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലും ഞങ്ങൾ 50,000 ടൺ കാർഗോ ഞങ്ങൾ ഹോങ്കോങ്ങിലേക്ക് അയച്ചു. പക്ഷെ അത് റിജക്റ്റ് ആയി പോകുവാനിടയായി തീർന്നു. ഹോങ്കോങ് ഗവൺമെന്റ് അത് റിജക്റ്റ് ചെയ്തു. ആ സാധനം തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി 6 മാസമായിട്ട് ഒരു ഷിപ്പ് ഞങ്ങൾ നോക്കിയാണ്, പക്ഷേ നടന്നില്ല. അവസാനമായിട്ടും ഒരു ഷിപ്പ് ലഭിച്ചു. ഫിക്ചർ നോട്ടും സൈൻ ചെയ്തു. ഫിക്ചർ നോട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മാറിപ്പോകാനായിട്ട് പാടില്ല, അവർക്ക് മാറാൻ സാധ്യമല്ല. പക്ഷേ അവസാന നിമിഷം വന്നു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു, ഈ ഷിപ്മെന്റ് ഞങ്ങൾക്ക് എടുക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെ ഷിപ്പ് അറേഞ്ച് ചെയ്യും, പക്ഷെ 1 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഷിപ്പ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഹോങ്കോങ് ഗവൺമെന്റിൽ നിന്ന് ഭയങ്കരമായ പ്രഷറാണ്. 1.5 വർഷമായിട്ട് ഈ മെറ്റീരിയൽ അവിടെ കിടക്കുകയാണ്. അത് എൻവയൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ട്. ഗവൺമെന്റ് വാണിംഗ് തന്നിരിക്കുകയാണ്. ലാസ്റ്റ് വാണിംഗ് തന്നു. ഓഗസ്റ്റ് 31 മുമ്പ് ഓഗസ്റ്റ് 31 മുമ്പ് ഈ ഷിപ്മെന്റ് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഹ്യൂജ് പെനാൽറ്റി ആയിരിക്കും. അത് താങ്ങുവാനുള്ള ബലം. പിന്നെ അവിടുത്തെ സ്റ്റോറേജ്, ഹോങ്കോങ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 1.5 വർഷത്തെ സ്റ്റോറേജ് കൊടുത്തു. 7% ഇൻട്രസ്റ്റ് അവർക്ക് കൊടുത്തു. അവരിവിടെ നിന്ന് കൊണ്ടുപോയ ഷിപ്മെന്റിന്റെ പണം മുഴുവനും കൊടുത്തു. $1.2 മില്യൺ അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ടും ഇപ്പോൾ നമുക്ക് ഷിപ്പ് അറേഞ്ച് ആകുന്നില്ല. ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. എന്ത് ചെയ്യും? കാരണം ഞങ്ങൾ ഡീൽ ചെയ്യുന്ന കമ്പനി ഞങ്ങൾക്ക് ആൾറെഡി അഡ്വാൻസ് ചെയ്ത് തന്നു കഴിഞ്ഞു. ഇനി പിന്നോട്ട് പോകുവാൻ വേണ്ടി കഴിയത്തില്ല. അവർക്ക് നമ്മൾ എഗ്രിമെന്റ് കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് മറുപടി കൊടുക്കും? ആകാവുന്ന വഴികളെല്ലാം മാനുഷികമായി നോക്കി എല്ലാം തകർന്നുപോയി. അവർ വേറെ ഷിപ്മെന്റ് അറേഞ്ച് ചെയ്തു. അവർ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ കൊളുത്തിട്ട് പിടിച്ചുകൊണ്ട്, മൂക്കിൽ കൊളുത്തിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ദൈവമാണ്. ഞാൻ ആ വെസലിന്റെ, ആ ഷിപ്പിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഒരിക്കലും സാധ്യമല്ല, എന്നാൽ കർത്താവെ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു ദൈവദാസന്റെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹം കാശ്മീരിലേക്ക് പോകുവാൻ വേണ്ടി ഡൽഹിയിൽ വരുമ്പോൾ താൻ ഡൽഹിയിലേക്ക് വന്ന ട്രെയിന് ലേറ്റായി പോയി. 2 മണിക്കൂർ ലേറ്റായി പോയപ്പം അമൃത്സറിലേക്കുള്ള ട്രെയിൻ വിട്ടുപോകുവാനിടയായി തീർന്നു. ആ ദൈവദാസൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ, ഇനി 2 ദിവസം കഴിഞ്ഞ് മാത്രമേ അങ്ങോട്ട് ട്രെയിൻ ഉള്ളൂ. ഞാൻ ഈ 2 ദിവസം ഈ ഡൽഹി എയർപോർട്ടിൽ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കുത്തിയിരിക്കണമല്ലോ. കർത്താവെ, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ, ആ ട്രെയിനെ മടക്കി വരുത്തണമേ എന്ന് അദ്ദേഹം വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഒരു അനൗൺസ്മെന്റ്, ട്രെയിൻ അനൗൺസ്മെന്റ് കേട്ടു. ആ സെയിം ട്രെയിൻ ആ ദേവദാസൻ ഇരിക്കുന്ന അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നു എന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത്, 2 കിലോമീറ്റർ ഈ ട്രെയിൻ ഓടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ എൻജിൻ കേടാകുവാനിടയായി തീർന്നു. പെട്ടെന്ന് തന്നെ അവര് എന്ത് ചെയ്തു? എൻജിൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വീണ്ടും അവരുടെ വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുപോവുകയും വീണ്ടും അതേ പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ട്രെയിൻ അമൃത്സറിലേക്ക് പോകേണ്ടുന്നത്. അങ്ങനെ തനിക്കും ആ ട്രെയിനകത്ത് തന്നെ യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവെ, അതൊരു വലിയ ഷിപ്പാണ്. ആ ഷിപ്പ് അവർ വരികയില്ല എന്ന് പറഞ്ഞു, വേറെ ഷിപ്പ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇനി 1 മാസം കൂടെ കാത്തിരിക്കണം. പക്ഷെ 1 മാസം കൂടെ കാത്തിരിക്കുവാൻ ഇനി നിവൃത്തിയില്ല. കാരണം ഇപ്പോൾ ഡെഡ് ലൈൻ ക്രോസ് ചെയ്യുകയാണ്. ഒരു ദിവസം ഇങ്ങനെ 2-3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ആ ഷിപ്പിനെ തന്നെ ദൈവം മടക്കി കൊണ്ടുവരണം. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഇമെയിൽ തുറന്നു നോക്കുമ്പോൾ പെട്ടെന്ന് മറുപടി തരികയാണ്, 3 ദിവസം കഴിഞ്ഞിട്ട് ഈ വെസൽ ഹോങ്കോങ് വാട്ടറിൽ എത്തുമെന്ന്. നിങ്ങളുടെ ഷിപ്മെന്റ് എടുക്കുവാൻ ക്യാപ്റ്റൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ വെസൽ ഓണർ, ഈ ഷിപ്പിന്റെ ഓണേഴ്സ് അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ഷിപ്മെന്റ് എടുക്കുവാൻ അവർ താല്പര്യം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഷിപ്മെന്റ്, അത് പോർട്ടിൽ പോയിട്ട് അല്ല ലോഡ് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഡീപ് ഷിപ്പിലാണ്. അതായത് ഹോങ്കോങ് പോർട്ടിലും വലിയ ഷിപ്പുകൾക്ക് അവിടെ ബർത്തിൽ വരുവാനായിട്ട് കഴിയത്തില്ല. കാരണം ആഴക്കുറവായതുകൊണ്ടും 10 മീറ്റർ ആഴമേ ഉള്ളൂ. പക്ഷെ ഈ ഷിപ്പിന് 13 മീറ്റർ ആഴമുണ്ടായതുകൊണ്ടും അത് ഡീപ് സീയിലാണ്. മറ്റു ചെറിയ കപ്പലിനകത്ത് ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ടാണ് അവിടേക്ക് ലോഡ് ചെയ്യുന്നതും. അങ്ങനെ 3 ദിവസം കൊണ്ട് മുഴുവൻ ഷിപ്മെന്റുകൾ അറേഞ്ച് ചെയ്യുവാനും
ഇപ്പോൾ ആ ഹോങ്കോങ് പോർട്ടിലും അതിൻ്റെ ഷിപ്മെന്റുകൾ നടക്കുകയാണ്. 2 ദിവസം കൊണ്ട് ആ മുഴുവൻ ഷിപ്മെന്റും അതിനകത്ത് ലോഡ് ചെയ്യുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമ്മൾ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന, ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇന്നും മറുപടി ലഭിക്കും. അത് ഭൗതികമായിരുന്നാലും അത് ആത്മീയമായിരുന്നാലും അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, നമ്മളുമായിട്ട് കണക്ട് ആയിരിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും മറുപടി ലഭിക്കും എന്നുള്ളതിൻ്റെയും അതെന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയായി തീർന്നു. യഥാർത്ഥമായി നാം ദൈവസന്നിധിയിൽ ഹൃദയം പകരുകയാണെങ്കിൽ, നോക്കണം, ഹന്ന വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹന്ന വർഷങ്ങളായിട്ട് വന്നിട്ട് ഷീലോയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാവശ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ വന്ന് പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന ആയിരുന്നില്ല. മറിച്ച് അവൾ അവിടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ അവരുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനിടയായി തീർന്നു. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തുന്ന പ്രാർത്ഥനയായിരുന്നു അവൾ ചെയ്തത്. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുവാൻ, നോക്കണം, ദർശനം നഷ്ടപ്പെട്ട, വെളിപ്പാട് നഷ്ടപ്പെട്ട മഹാപുരോഹിതനും അവളുടെ പ്രാർത്ഥന തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. അദ്ദേഹം അവള് മദ്യപിച്ചിട്ട് നിന്നിട്ട് പുലമ്പുകയാണ്, അവള് വീഞ്ഞു തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവളെ ആക്ഷേപിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. നോക്കണം, ഇന്നത്തെ കാലഘട്ടമായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ. ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയോട് ഒരു പാസ്റ്റർ പറയാണ്, നീ കള്ളു കുടിച്ച് കിറുങ്ങിയാണോ ദൈവസന്നിധിയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സഭയുടെ അവസ്ഥ പിന്നെ എന്തായി തീരും? പക്ഷേ അവൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി പോയില്ല. അവൾക്ക് തർക്കിക്കാമായിരുന്നു, അവൾക്ക് വാദിക്കാമായിരുന്നു, അവൾക്ക് വഴക്കുണ്ടാക്കാമായിരുന്നു, അവൾക്ക് അവളുടെ ഭർത്താവിനെ ചൂടുപിടിപ്പിക്കാമായിരുന്നു. അവിടെ കൂടെ വന്ന കുറെ ആളുകളൊക്കെ കാണും, അവരോടൊക്കെ പറഞ്ഞിട്ട് ആ ദൈവദാസനെ നിന്ദിക്കാമായിരുന്നു. വെളിപ്പാട് നഷ്ടപ്പെട്ട മനുഷ്യൻ, ദർശനം നഷ്ടപ്പെട്ട മനുഷ്യൻ, ഈ മനുഷ്യൻ അതെ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, ഒരിക്കൽ പോലും മദ്യം കഴിച്ചിട്ടില്ലാത്ത, അതെ നിഷ്കളങ്കിയായ, അത് പാതിവൃത്യമുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്ന എന്നെ നോക്കിയിട്ട് ഈ മനുഷ്യൻ എങ്ങനെ പറയുവാൻ കഴിഞ്ഞു ഞാൻ മദ്യപിച്ച് കള്ളു കുടിച്ച് കിറുങ്ങിയാണ് ഇവിടെ നിൽക്കുന്നതെന്നും? ഇതൊന്നും അവള് പറഞ്ഞില്ല. അവൾക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാമായിരുന്നു. പെട്ടെന്ന് അവളുടെ ആ സ്വഭാവം നോക്കിക്കോണം. അവളുടെ ആ വിജയമെന്ന് പറയുന്നത്, അവളുടെ അനുഗ്രഹമെന്ന് പറയുന്നത്, അവൾ പറയുകയാണ്, യജമാനനെ അവിടുന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ച ഒരു വൃത്തികെട്ട സ്ത്രീയല്ല, ഒരു പാപിയായ ഒരു സ്ത്രീ അല്ല ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത് എന്ന് പറയുവാനിടയായി തീർന്നു. ഉടനെ അദ്ദേഹം തൻ്റെ ശബ്ദം, അദ്ദേഹം തൻ്റെ ട്യൂൺ മാറ്റുവാൻ, തൻ്റെ വർത്തമാനം മാറ്റുവാൻ ഇടയായി തീർന്നു. ഉടനെ അദ്ദേഹം പറയുകയാണ്, മകളെ, നീ ഇസ്രായേലിന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥന നിനക്ക് ലഭിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നിങ്ങൾ ഈ കുറ്റം കാണത്തില്ല. ദൈവദാസന്മാർ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. അതിനെയെല്ലാം എടുത്തിട്ട് ദൈവദാസന്മാർക്കെതിരെ എന്ത് ചെയ്യരുത്? വാളെടുത്ത് ഉറഞ്ഞു നിൽക്കരുത്. മറ്റുള്ളവരെ കൂട്ടി ദൈവദാസന്മാരെ ആക്ഷേപിക്കുവാൻ വേണ്ടി, അധിക്ഷേപിക്കുവാൻ വേണ്ടി, ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാത്ത കുറ്റമായിരിക്കും, നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരിക്കും, നിങ്ങളത് മനസ്സാ വാച അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമായിരിക്കും. അത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ദൈവദാസൻ തന്നെ പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂട്ടി ആ ദൈവദാസനെതിരെ നിങ്ങൾ കലാപം അഴിച്ചുവിടരുത്, ആക്ഷേപങ്ങൾ ചൊരിയരുത്. മറിച്ച് ദൈവത്തിന്റെ സന്നിധി നിൽക്കുക, ആ ദൈവദാസന്റെ അടുക്കൽ ചെന്നിട്ട് താഴ്മയോടെ സംസാരിക്കുകയും, അങ്ങനെയൊന്നും അല്ല പാസ്റ്ററെ, പാസ്റ്റർ പറഞ്ഞതുപോലെ ഒന്നുമല്ല, പാസ്റ്റർ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല, പാസ്റ്റർ കേട്ടതുപോലെ ഒന്നുമല്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ദൈവദാസന്റെ നാവിലൂടെ ദൈവം അനുഗ്രഹം ചൊരിയുവാനിടയായി തീരും. ഒരുപക്ഷെ അദ്ദേഹം തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കും, ഒരുപക്ഷെ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഒന്നും ദൈവികമായ വെളിപ്പാടിലല്ലോ, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിലല്ലോ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ ജഡത്തിൻ്റെതായ അന്നേരത്തെ ആ വികാരത്തിലൊക്കെ ഒരുപക്ഷെ പ്രതികരിച്ചെന്നിരിക്കും. അതിന്റെ പേരിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ ശരിയായിരിക്കാം, 100% നിങ്ങൾ ശരിയായിരിക്കാം, 100% ദൈവദാസൻ തെറ്റായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? ആളുകളെ കൂട്ടി ദൈവദാസന്മാർക്ക് വിരോധമായിട്ട് എന്ത് ചെയ്യരുത്? ആക്ഷേപ വർഷങ്ങളെ നിങ്ങൾ ചൊരിയരുത്. മറിച്ച് നിങ്ങൾ നേരിട്ട് ചെന്നിട്ട് കാര്യങ്ങളൊന്നും ഇതുപോലെയൊന്ന് പറഞ്ഞാൽ, അങ്ങനെയൊന്നും അല്ല പാസ്റ്ററെ, പാസ്റ്റർ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല, പാസ്റ്റർ കേട്ടതുപോലെയൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, അങ്ങനെയൊന്നും അല്ല നടന്നത്. നിങ്ങളുടെ ആ ഹൃദയത്തിൽ നിന്നുള്ള ആ ജെന്യൂനായിട്ടുള്ള ആ സംസാരം കേൾക്കുമ്പോൾ, എത്ര കൃപയില്ലാത്ത പാസ്റ്റർ ആണെങ്കിലും, എത്ര ദർശനം നഷ്ടപ്പെട്ട പാസ്റ്റർ ആണെങ്കിലും, ആ പാസ്റ്ററുടെ ഹൃദയത്തിൽ നിന്ന് പറയും,
സഹോദരി എന്നോട് ക്ഷമിക്കുകയും സഹോദര എന്നോട് ക്ഷമിക്കുകയും ഞാനിതൊന്നും അറിഞ്ഞില്ല, ഞാൻ കേട്ടത് ഇങ്ങനെയായിരുന്നു, ഞാൻ അറിഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞാൻ പക്ഷേ ചെയ്തത് തെറ്റായി പോയി, മറിച്ച് ഞാനിത് അന്വേഷിക്കണമായിരുന്നു, ഞാൻ നിങ്ങളോട് ചോദിക്കണമായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങളോട് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പൊ നോക്കണം, ആ ദൈവദാസനിൽ നിന്ന് ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. ഇതൊരു വലിയ പാഠമാണ്. ഹന്ന നമുക്കൊരു വലിയ മാതൃകയാണ്. അവളെ വേദന കൊണ്ട് ഹൃദയം പൊട്ടി കരയുമ്പോഴും അവളോട് നീ കള്ളു കുടിച്ച് കിറുങ്ങിയാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഏത് സ്ത്രീയും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അവൾ പൊട്ടിത്തെറിച്ചില്ല. അവൾ ആത്മാവിൽ നിയന്ത്രിതയായി ആ ദൈവദാസന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യജമാനനെ എന്നെ ഒരു നീച സ്ത്രീയായിട്ട്, എന്നെ ഒരു പാപിനിയായ സ്ത്രീയായിട്ട് കാണരുത്. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. പെട്ടെന്ന് ഏലി തിരുത്തുവാനിടയായി തീർന്നു. മകളെ, നീ ഇസ്രായേലിന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥന ഇസ്രായേലിന്റെ ദൈവം നിനക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെയും, നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ ഈ കേട്ട വചനങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോകാതെ നമുക്ക് ദൈവസന്നിധി നമ്മുടെ ഹൃദയം പകരാം. നമുക്ക് വിശ്വസിക്കാം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അതെ, എന്താണ് കാണാതെ വിശ്വസിക്കുന്നത്? എന്താണ് ആശിക്കുന്നതിന്റെ ഉറപ്പും? നമ്മുടെ കർത്താവ് പോയതുപോലെ മടങ്ങി വരും. അതാണ് ആശിക്കുന്നതിന്റെ ഉറപ്പ്, വിശ്വാസികളുടെ ആശ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അവൻ നമുക്ക് മനോഹരമായ ഒരു രമ്യകർമ്മ്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു, ഞാൻ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും, എന്നിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വേഗം വന്ന് നിങ്ങളെ കൂട്ടിക്കൊള്ളും. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.